നെടുമങ്ങാട് ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയ 1.5 വയസ്സുകാരൻ്റെ മുത്തശ്ശൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. സുനിൽകുമാർ, ആ കുട്ടിയുടെ അച്ഛൻ അഖിലിൻ്റെ അച്ഛനാണ്. അഖിൽ നേരത്തെ മരിച്ചുപോയതാണ്. ഈ കുട്ടിയെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതൊന്നും നടക്കാതെ വരികയായിരുന്നു. അതെ, നടക്കാതെ വരികയായിരുന്നു. ഇത് നടത്താനായിട്ട് ഒരു ശ്രമം ആദ്യമായിട്ട് ഇത് പറഞ്ഞത് ഈ കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോകുന്ന എൻ്റെ സുഹൃത്ത് മുഖേന ഞാൻ അറിഞ്ഞു. അത് ഞാൻ പറഞ്ഞ് കുഞ്ഞിനെ അങ്ങനെ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. അതായത് അപ്പൂപ്പനായ ഞങ്ങൾ അമ്മയും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. നമുക്ക് വേറെ ആരുമില്ല, നമ്മൾ ഏറ്റെടുത്ത് വളർത്തിക്കൊള്ളാം. അതുകൊണ്ട് കുഞ്ഞിനെ നമ്മളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് മുഖേനയാണ് ഈ അനു എന്ന് പറയുന്ന ടീച്ചറാണ് എന്നെ വിളിക്കുകയും നമ്മളിത് സംബന്ധിച്ച് അപ്പോൾ അവർ പറഞ്ഞ പാലക്കാട് വന്ന് 3 ദിവസം കഴിയുമ്പോൾ ഞാൻ വരും, വന്നിട്ട് നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അതിനുശേഷം ഈ സ്ത്രീ എന്നെ വിളിക്കുകയോ ഇതിന് യാതൊരു കാര്യങ്ങളും ഈ അസ്കറും ഈ അഖിലയുടെ രണ്ടാമത്തെ ഭർത്താവ് ഈ അസ്കറും ഈ അനു ടീച്ചറും തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. ഈ അനു ടീച്ചർ ഇതേവരെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് എന്നെ ഒരു ഫോൺ കോൾ പോലും എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല എന്താണെന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇവരെ വിളിച്ചത്ത് കൊണ്ടുവരണം, ഇവരെ വിധേയമാക്കി എന്താണെന്നുള്ള സത്യാവസ്ഥ അത് പുറത്തു കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കുട്ടിയുടെ അമ്മ അഖില അവർ നിങ്ങളുടെ മകൻ്റെ മരണശേഷമാണ് ഇവിടുന്ന് പോയത്. എങ്ങനെയായിരുന്നു അതൊരു വിവാഹം എന്ന് പറയുന്നത്? ഈ അനു ടീച്ചർ, ഞാൻ പറഞ്ഞ ഈ ഡാൻസ് ടീച്ചറിൻ്റെ ട്രൂപ്പിൽ എൻ്റെ മകൻ ഡാൻസറായിരുന്നു. അവിടെ ഈ കുട്ടി ഡാൻസറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനു ടീച്ചർ തന്നെയാണ് ഇവർ കൂട്ടിമുട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് രജിസ്റ്റർ മാരേജ് നടത്തി കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് അപ്പോൾ സർക്കാരിൽ നിന്ന് ധനസഹായം കിട്ടുന്ന ഒരു ഇതുണ്ട്. ആ ധനസഹായം ഈ അഖിലയുടെ അമ്മയ്ക്ക് കിട്ടുകയും ആ പൈസ സഹായം വാങ്ങാനായിട്ട് അവൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇവനെ ആക്ഷേപിച്ച് വിടുകയും അങ്ങനെ ഇവർ തമ്മിൽ കുടുംബ പ്രശ്നം ഉണ്ടാകുകയും പാലോട് പോലീസ് സ്റ്റേഷനിൽ അഖില അതിനെ തുടർന്ന് കേസ് നൽകുകയും എൻ്റെ മകൻ അഖിലിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി വെച്ച് പിരിയുകയാണ് ചെയ്തത്. അതിനുശേഷം സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. ആ സമയത്താണോ ഈ കുട്ടി ഉണ്ടായത്? അപ്പോൾ ആ സമയത്ത് ഈ മകൻ മരണ സമയത്ത് 3 മാസം ഗർഭിണിയാണ് അവൾ. ഗർഭിണിയായിട്ട് ആ മകൻ്റെ മരണശേഷം പോയതിന് ശേഷം നമ്മളായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഡെലിവറി സംബന്ധമായിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ് ആകുമ്പോൾ അറിയിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിന് വിളിച്ചില്ല, അറിയിച്ചതുമില്ല. അത് പോയിട്ട് പിന്നെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനെങ്കിലും നമ്മൾ അറിയിക്കുമെന്ന് കരുതിയിരുന്നു, അതും അറിയിച്ചില്ല. പിന്നെ അത് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഇരിക്കവെയാണ് ഈ 2-3 മാസങ്ങൾക്ക് ശേഷമാണ് ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചത്. ഈ കുട്ടിയെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിരുന്നോ? അതോ ഇല്ല, നമ്മൾ മുമ്പ് ഇത് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുന്നത് ഇന്നലെ കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരമാണ് ഇന്നലെ ആദ്യമായിട്ട് നമ്മൾ കുഞ്ഞിനെ കാണുന്നത്. എന്താണ് നിങ്ങൾ ഈ സുഹൃത്ത് തന്നെയാണോ, ഈ അമ്മയും കൂടെ ചേർന്നിട്ടാണോ ഈ ഒരു? രണ്ടുപേരും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത്. അവർക്ക് അതിന് ഉറപ്പുണ്ട്. അതിനകത്ത് ഈ അനു ടീച്ചറിന്റെ പങ്ക് എന്താണെന്നുള്ളത് നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു? അതിന്റെ ഭാഗമായിട്ടായിരുന്നു നിങ്ങളുടെ ശ്രമം? ഇല്ല, കുഞ്ഞിനെ മർദ്ദിക്കുന്നതായിട്ടൊന്നും എനിക്കൊരു അറിവ് കിട്ടിയിട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ഞാനത് പോലീസ് മുഖേന ഞാൻ അതിനകത്ത് എത്തിപ്പെടുമായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ മർദ്ദനമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഈ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോകുന്നൊരു വിവരം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയതും. ഈ കൈ പ്ലാസ്റ്റർ ഇട്ടേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നത് സൈക്കിളിൽ നിന്ന് വീണെന്നാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് ഈ പ്ലാസ്റ്റർ ഇത് കൈ ഒടിഞ്ഞത് സൈക്കിളിൽ നിന്ന് വീണെന്നാണെങ്കിൽ വേറെ മുറിപ്പാടൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെയാണ് ഈ പ്ലാസ്റ്റർ മാത്രം കയ്യിലിട്ട്, അത് 2 കൈയും ഒരേപോലെ പൊട്ടലുണ്ടെന്നുള്ളതാണ് പ്ലാസ്റ്റർ ഇട്ടേക്കുന്നത്. അങ്ങനെ അതെങ്ങനെ സംഭവിക്കും? അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ ചെന്ന് തൊണ്ടയിൽ ആഹാരം കുടുങ്ങിയാണ് മരിച്ചെന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ ദേഹം മൊത്തം ഇത് പൊള്ളലും മുറിപ്പാടുകളുമാണ്. ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ അത് കൊലപാതകമാണ്. നമുക്ക് കാണുന്ന ഏത് വ്യക്തിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് എൻ്റെ ബലമായ സംശയം, ഈ ടീച്ചർ എന്തുകൊണ്ട് ഇതിനകത്ത് നമ്മളോട് ഈ കാര്യങ്ങൾക്കൊന്നും വരുന്നില്ല, പങ്കെടുക്കുന്നില്ല? അവരെന്തുകൊണ്ട് മാറി നിൽക്കുന്നു? ഈ അസ്കറും ഈ എൻ്റെ മകനെയും ഈ അഖിലയും ഒന്നിപ്പിച്ചതും ഈ ഡാൻസ് ടീച്ചറാണ്. ഈ അസ്കറിനെയും അഖിലിനെയും ഒന്നിപ്പിച്ചതും ഈ ഡാൻസ് ടീച്ചർ തന്നെയാണ്. കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കാൻ മുൻകൈയിട്ട് ഇറങ്ങിയതും ഈ ടീച്ചറാണ്. എന്നിട്ട് ഇപ്പോൾ അവർ തന്നെയാണ് മാറി നിൽക്കുന്നത്. അവരെയും കൂടെ ഈ അന്വേഷണത്തിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ കുട്ടിയെ പോലും കിട്ടാതെ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തുന്ന ഒരു സമയം കുട്ടിയിലല്ല നമുക്ക്
കുട്ടികളൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ രക്തബന്ധങ്ങളിതെല്ലാം അറ്റിരിക്കുകയാണ്. തലമുറ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഈ അസ്കറും അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മ അഖിലയും ചേർന്ന് തന്നെയാണെന്ന് നിങ്ങൾ ഉറച്ചു വെച്ചു? തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ചേർന്ന് തന്നെയാണ്. കാരണം ഈ കുഞ്ഞ് മരിക്കുമ്പോൾ ഈ കുഞ്ഞ് അഖില ഇവിടെ സ്ഥലത്തില്ല. 1.5 വയസ്സായ പാലുകൂടി മാറാത്ത കുഞ്ഞിന് ഈ ഇത്രയും മർദ്ദനം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കയ്യിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ആണെങ്കിൽ മാറി നിൽക്കുന്ന നമുക്ക് പറയാൻ പറ്റും. ഇത് 3 ദിവസമാണ് ഈ കുഞ്ഞിൻ്റെ അടുത്ത് തമിഴ്നാട്ടിൽ സ്ഥലത്തേക്ക് പ്രോഗ്രാമിന് വേണ്ടി പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം. അപ്പോൾ ഇവക്കും ഈ കുഞ്ഞ് ഈ നല്ലൊരു കൈയുണ്ട്. ഈ പോലീസുകാർക്ക് ഇക്കാര്യത്തിൽ ഒരു പരാതിയൊക്കെ കുട്ടിയുടെ ഈ അഖിലയുടെ അമ്മയും നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഈ പോലീസുകാർക്ക് ഇക്കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ തന്നെ ഈ അഖിലെ ഈ അവിടെ ഈ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ കൊണ്ട് പോകുമ്പോഴത്തേക്ക് അനു ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്, അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ അവർക്ക് നമ്മളെക്കാരും കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അവർക്ക് എൻ്റെ നമ്പരൊന്ന് വാങ്ങിപ്പിച്ചിട്ട് എന്നെ ഒന്ന് വിളിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഒരുക്കാമായിരുന്നു. അതിനകത്തൊരു ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാനുണ്ട്. ഇത് തന്നെയാണ് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയെ ഏറ്റെടുക്കുന്നതിനായി ഈ കുട്ടിയുടെ അച്ഛൻ അഖിലിൻ്റെ കുടുംബം വളരെ ശ്രമം നടത്തിയിരുന്നു. അവർക്ക് ആ കുട്ടി കിട്ടാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുട്ടി മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. വളരെ ക്രൂരമായ മർദ്ദനമാണ് ഈ കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തിൽ നിന്നും അഷ്കർ എന്ന് പറയുന്ന സുഹൃത്തിൽ നിന്നും ഏൽക്കേണ്ടി വന്നത് എന്നാണ്. ഇവർക്ക് 2 പേർക്കും അമ്മ അഖിലയ്ക്കും അതുപോലെ തന്നെ ഈ അഷ്കറിനും ഇക്കാര്യത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്നാണ് കുട്ടിയുടെ അച്ഛൻ്റെ കുടുംബം ഇപ്പോൾ നമ്മോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ജോസിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.